കീർത്തനം. ഇന്നലെ ഗംഗാതീരത്ത് പരീക്ഷിത്ത് മഹാരാജാവ് പ്രായോപവേശ വ്രതവുമായി എത്തിച്ചേരുന്ന രംഗം വരെ നമ്മൾ അനുസ്മരിച്ചു. ഭഗവാന്റെ കഥകളെ വേണ്ടതുപോലെ പരീക്ഷത്തിൻ്റെ ഹൃദയത്തിലേക്ക് തൻ്റെ വാക്കുകളിൽ കൂടി പകർത്താൻ സാധിക്കണേ എന്ന് ഗുരുനാഥൻ സുഖബ്രഹ്മ ഋഷി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സൃഷ്ടിലീലകളെ പണ്ട് ഹരിദ്വാർ എന്ന പുണ്യഭൂമിയിൽ വെച്ച് മൈത്രേയ മഹർഷി വിതുരന് ഉപദേശിക്കുകയുണ്ടായി എന്ന് സൂചിപ്പിച്ച് വിതുര മൈത്രേയ സംവാദ രൂപത്തിൽ ഭഗവാന്റെ അത്ഭുതമായ ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പാടിക്കൊണ്ടിരിക്കുന്ന രംഗത്തിലാണ് സൃഷ്ടിയുടെ മധ്യത്തിൽ ഭൂമിദേവിയെ ഉദ്ധരിക്കാനായി ഭഗവാൻ യജ്ഞവരാഹമൂർത്തിയായി അവതാരം ചെയ്തു എന്ന് സൂചിപ്പിച്ചത്. ഈ വരാഹമൂർത്തി ഹിരണ്യാക്ഷൻ എന്നൊരസുരനെ നിഗ്രഹിച്ചു എന്ന് സൂചിപ്പിച്ചപ്പോഴാണ് കഥ കേൾക്കുന്ന വിതുരൻ മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്നത്, ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിനും എന്തുകൊണ്ടാണ് ഭഗവാനോട് ഈ വിരോധഭാവമുണ്ടായത്? എന്താ ഇവർ രണ്ടുപേരും ഇങ്ങനെ ദുഷ്ടന്മാരായി തീരാൻ കാരണം എന്ന് ചോദിക്കുമ്പോഴാണ് അവരുടെ ജന്മകാരണത്തെ പറയുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവത്തിന് രണ്ട് കാരണങ്ങളാണ് അത്രയുള്ളത്. നമ്മുടെയൊക്കെ സ്വഭാവം വ്യത്യസ്തമാണ്. രണ്ട് കാരണങ്ങളാണുള്ളത്. ഏതൊക്കെയാ രണ്ട് കാരണം? ഒന്ന് നമ്മുടെ അച്ഛനമ്മമാരുടെ ധർമ്മം, അവരുടെ സംസ്കാരം. മറ്റൊന്ന് പൂർവ കർമ്മ സംസ്കാരം. അതായത് പൂർവജന്മത്തിൽ നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നതായ ആ ഒരു കർമ്മം അല്ലേ? നമ്മൾ ഏത് ജോലിയാണോ അധികം ചെയ്യുന്നത് ആ ചെയ്യുന്ന കർമ്മങ്ങളുടെ രൂഢമായിട്ടുള്ള ഒരു വാസന, സംസ്കാരം നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ വാക്കിലും ഒക്കെ വന്നു ചേരും അല്ലേ? ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റി KSEBയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് വിചാരിക്കുക. അയാൾ ആരോടെങ്കിലും വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉറപ്പാണ് അയാൾ ഒരു ട്രാൻസ്ഫോമറും ഒരു ഇലക്ട്രിക് പോസ്റ്റും പറയും. അത് അയാളുടെ സംസ്കാരമാണ്. ഇതുപോലെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ കാലം ജോലി ചെയ്ത ആൾ റിട്ടയർഡ് ആയാലും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്വഭാവം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരില്ലേ? അതുപോലെ നമ്മളുടെ കർമ്മങ്ങളുടെ ഒരു വാസന, പൂർവകർമ്മ വാസന ഈ ജന്മത്തിൽ നമ്മുടെ സ്വഭാവത്തെ ബാധിക്കും. അതുകൊണ്ടാണ് ഒരേ അച്ഛനമ്മമാരുടെ രണ്ട് മക്കള് രണ്ട് തരം സ്വഭാവത്തിൽ ചിലപ്പോൾ ആയിപ്പോണത് അല്ലേ? അല്ലെങ്കിൽ ശരിക്കും ഒരേ അച്ഛനമ്മമാരുടെ രണ്ട് കുട്ടികൾ ഒരേ സ്വഭാവത്തിൽ വളരണം. ഇവിടെ രണ്ട് തരത്തിലാവാൻ കാരണം എന്താ വെച്ചാൽ ഈ കർമ്മവാസനയുടെ വ്യത്യാസമാണ്. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തതായ കർമ്മങ്ങൾ ഈ ജന്മത്തിൽ നമുക്ക് സ്വഭാവത്തിന് ഹേതുവായി തീരും എന്ന് പറയുമ്പോൾ എന്തായിപ്പോൾ അതിലൊരു ഉദാഹരണം പറയാ വെച്ചാൽ, നമ്മൾ ഈ സാമ്പാറിലൊക്കെ ഇടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കായം എന്ന് പറഞ്ഞിട്ട് അല്ലേ? കായം എന്നല്ലേ പറയാം. അതൊരു കുപ്പിയിലിട്ട് വെച്ചു. ഈ കായം കുപ്പിയിലിട്ട് വെച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ കുപ്പിയൊക്കെ കഴുകി നമ്മൾ വൃത്തിയാക്കിയിട്ട് അതിൽ ചായപ്പൊടി നിറച്ചു വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് വീട്ടിലൊരു ബന്ധു വന്നപ്പോൾ നല്ലൊരു ചായ അയാൾക്ക് കൊടുത്തു. ഈ വന്ന ബന്ധു ചായ ഒന്ന് കുടിക്കും, നമ്മുടെ മുഖത്തേക്ക് ദയനീയമായിട്ടൊന്ന് നോക്കും, പിന്നെ ഒന്നും കൂടെ കുടിക്കും, നമ്മുടെ മുഖത്തേക്ക് വളരെ വിഷമം പിടിച്ചു നോക്കും. എന്തേ? അല്ല, നിങ്ങൾ ചായയിൽ കായ ഇട്ടിട്ടുണ്ടോ? കായ ഇട്ടിട്ടില്ല. എന്നാൽ ചായക്ക് കായത്തിൻ്റെ സ്വാദുണ്ട്. അപ്പോൾ നമ്മൾ പറയും അത് ചിലപ്പോൾ ഉണ്ടാവും. എന്തേ? മുമ്പ് ആ കുപ്പിയിൽ കായ ഉണ്ടായിരുന്നു. ഇതുപോലെ മുൻപ് നമ്മുടെ കർമ്മം എന്തായിരുന്നോ അത് ഈ കുപ്പിയിലേക്ക് കയറിയാലും നമ്മളെ ബാധിച്ചു കൊണ്ടിരിക്കും. അതാണ് നമ്മുടെ കർമ്മവാസന. അതിന് ഹേതുവായിട്ട് നമ്മുടെ അച്ഛനമ്മമാരുടെ സംസ്കാരവും. ഇവിടെ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഇത്ര ദുഷ്ടന്മാരാകാൻ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് അവരുടെ അച്ഛനമ്മമാരായ കശ്യപന്റെയും ദിതിയുടെയും ആസുരികമായ ദാമ്പത്യ ജീവിതത്തിൻ്റെ കഥയാണ്. ഒരിക്കൽ കശ്യപ പ്രജാപതി എന്ന താപസശ്രേഷ്ഠൻ സന്ധ്യാസമയത്ത്
തൻ്റെ സന്ധ്യാവന്ദനങ്ങളൊക്കെ കഴിഞ്ഞ് ഭഗവാനെ ഉപാസന ചെയ്യാനായി ഇരിക്കുമ്പോഴാണ് ഭാര്യയായ ദിതീദേവി കാമപരവശയായി സന്താനോൽപാദനം ചെയ്യണം, ദാമ്പത്യബന്ധത്തിൽ ഏർപ്പെടണം എന്ന ആവശ്യവുമായി കശ്യപൻ്റെ മുൻപിലേക്ക് വരുന്നത്. കശ്യപ പ്രജാപതിയോട് പറഞ്ഞപ്പോൾ കശ്യപ പ്രജാപതി പറഞ്ഞു, ഹേ ദിതി, ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് നിന്റെ ആവശ്യത്തെ സാധിപ്പിച്ചു തരേണ്ട കടമ എനിക്കുണ്ട്. പക്ഷേ ഇത് സന്ധ്യാസമയമാണ് അല്ലേ? സന്ധ്യാസമയം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശ്വരോപാസന ചെയ്യാൻ വേണ്ടിയിട്ടാണ് സന്ധ്യയ്ക്ക് നമ്മൾ ശ്രമിക്കേണ്ടത്. സ്വതവേ പറയും, സന്ധ്യാ സർവത്ര വർജയിൽ അല്ലേ? സന്ധ്യയ്ക്ക് എല്ലാം മാറ്റിവെക്കണം. എല്ലാം മാറ്റിവെക്കണം എന്ന് കേട്ടാൽ നമ്മൾ ആദ്യം നാമം ജപങ്ങ് മാറ്റിവെക്കും. നമുക്ക് മാറ്റിവെക്കാൻ സൗകര്യം ഭഗവാന്റെ കാര്യമാണ് അല്ലേ? നാളെ ഇപ്പോൾ ഒരു കല്യാണമുണ്ട്, നാളെ സപ്താഹമുണ്ട്, ഏതാ മാറ്റിവെക്കുക? കല്യാണത്തിന് പോയിട്ടില്ലെങ്കിൽ ബന്ധുക്കൾ കുറ്റം പറയും, സപ്താഹത്തിന് പോയിട്ടില്ലെങ്കിൽ ഭഗവാൻ ചോദിക്കൊന്നുമില്ല. അപ്പോൾ ഇവിടെ സർവവിധത്തിലും നമുക്ക് മാറ്റിവെക്കാൻ സൗകര്യമാണ്. പക്ഷേ ഭാഗവതം പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാരെ പറയുന്നു, ബാക്കി സമയത്തൊക്കെ മാറ്റിവെച്ചോളൂ, പക്ഷെ സന്ധ്യയ്ക്ക് ഈശ്വരനെ ഉപാസന ചെയ്യണം എന്ന്. അപ്പോൾ സന്ധ്യയ്ക്ക് പാടില്ല എന്ന് പറയുന്ന വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. സന്ധ്യാസമയത്ത് ഇരുന്നുറങ്ങാൻ പാടില്ല, കിടന്നുറങ്ങാൻ പാടില്ല, സന്ധ്യാസമയത്ത് മുടിയഴിച്ച് നടക്കാൻ പാടില്ല, സന്ധ്യാസമയത്ത് നഖം വെട്ടാൻ പാടില്ല, മുടി മുറിക്കാൻ പാടില്ല, സന്ധ്യാസമയത്ത് തുളസി അരിയാൻ പാടില്ല, സന്ധ്യാസമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെ നമ്മുടെ പൂർവികന്മാർ തന്നത് എന്തിനു വേണ്ടിയിട്ടാച്ചാൽ ഇതൊന്നും പാടില്ല എന്ന് വയ്ക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ നാമം ജപത്തിലേക്ക്, ഈശ്വര ചിന്തയിലേക്ക് ശ്രദ്ധ വളർത്താനാണ് ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ വെച്ചത് അല്ലേ? അല്ലാണ്ട് ഇതൊക്കെ ചെയ്യാണ്ട് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതൊക്കെ ചെയ്യേണ്ടി വന്നാൽ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് അല്ലേ, ഇപ്പം നോക്കുമ്പോൾ സന്ധ്യയ്ക്കാണ് ഏറ്റവും അധികം ബാർബർ ഷോപ്പിൽ തിരക്ക്. എന്ത് ചെയ്യും? പോയി 5 മണിക്കേ പോയി അവിടെ ഇരുന്നു. 6:30 ആകുമ്പോഴാണ് നമ്മുടെ ടോക്കൺ കിട്ടിയത് വെച്ചാൽ അയ്യോ സന്ധ്യയായി, ഇനി മുടി മുറിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പാടില്ല എന്നുള്ളതാണ്. എന്തിനു വേണ്ടി പാടില്ല? നാമം ജപിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പാടില്ല എന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അല്ലേ? എവിടെയോ ഒരു സ്ഥലത്ത് ഞാൻ സപ്താഹത്തിൽ ഇതുപോലെ സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പ്രഭാഷണം പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഭർത്താവ് എന്നെ വന്ന് കണ്ടു. എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ പ്രഭാഷണത്തിൽ സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് മറ്റും പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്കിങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എന്തേ? ഇപ്പോൾ ഇദ്ദേഹം വളരെ ദൂരത്താണ് ഓഫീസ്. സാധാരണ ഓഫീസ് വിട്ട് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും 6:30, 6:45. കയറി വരുമ്പോൾ കൃത്യമായിട്ട് നല്ല ദോശയും ചായയും തന്നിരുന്ന ഭാര്യ നിങ്ങൾ ഒരാളുടെ പ്രഭാഷണം കാരണം ഇപ്പോൾ വീട്ടിൽ സന്ധ്യയ്ക്ക് ഭക്ഷണം തരുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് സന്ധ്യയ്ക്ക് വിശന്നിരിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ നിയമങ്ങളൊക്കെ വച്ചത് പ്രാധാന്യം സന്ധ്യയ്ക്ക് ഈശ്വരസ്മരണയ്ക്ക് വേണം. അപ്പം എന്തിനാ ഈ സന്ധ്യാസമയത്തിന് ഇത്ര പ്രാധാന്യം? സന്ധ്യാദീപം കൊളുത്തണം, സന്ധ്യാനാമം ജപിക്കണം സന്ധ്യയ്ക്ക് എന്ന് പറയാൻ കാരണം എന്നാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിനുണ്ട് ഒരു ഉദയവും ഒരു മധ്യാഹ്നവും ഒരു സായാഹ്നവും ഒരു അസ്തമനവും അല്ലേ? ഉദയസൂര്യനെ പോലെയാണ് നമ്മളൊക്കെ ഈ ലോകത്തേക്ക് ഉദിച്ചു വന്നത്. കുട്ടികളെ കാണാൻ നല്ല കൗതുകമാണ്, നല്ല ഭംഗിയാണ്. ഇതുപോലെയാണ് സൂര്യോദയം കാണാനും. പക്ഷെ ഈ ഭംഗിയൊക്കെ എത്ര മണിവരെ ഉണ്ടാവും? എത്ര മണിവരെ നമുക്ക് സൂര്യനെയൊക്കെ ഇങ്ങനെ നോക്കാനൊക്കെ പറ്റും? ഒരു 8 മണി, മാക്സിമം ഒരു 10 മണി. ഇതുപോലെ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ നമ്മൾ പറഞ്ഞാൽ കുട്ടികളനുസരിക്കും. കുട്ടികളെ നമുക്കിങ്ങനെ കാണാൻ പറ്റും, കാണാൻ കിട്ടും. 10 മണി കഴിഞ്ഞാൽ ചൂട് തുടങ്ങും സൂര്യന് അല്ലേ? 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ നമ്മളോട് ചൂടാവാൻ തുടങ്ങും. അച്ഛൻ വേണ്ടാത്ത കാര്യമൊന്നും അമ്മ അച്ഛനോട് പറയണം, അയാളുടെ ജീവിച്ച കാലമൊന്നുമില്ല ഇത് എന്നൊക്കെ പതുക്കെ ചൂടാവാൻ തുടങ്ങും. 12 മണി അങ്ങ് കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ്റെ അവസ്ഥ എന്താ? നോക്കാൻ പറ്റുമോ? നോക്കാൻ പറ്റൂല്ല. നമ്മൾ വേർക്കും ചെയ്യും. 12ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ
കുട്ടികളെ രാവിലെ പോകുന്നുണ്ട്, എങ്ങോട്ടാ പോണതെന്ന് ചോദിക്കാൻ പറ്റില്ല, പേടിയാണ്. രാത്രി എപ്പോഴെങ്കിലും കയറി വരുന്നുണ്ട്, എവിടുന്നാ വരണതെന്ന് ചോദിക്കാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ മക്കളെ കാണാൻ കിട്ടില്ല. നമ്മളിങ്ങനെ ചൂടാവും. പക്ഷെ പേടിക്കൊന്നും വേണ്ട. ഒരു 3 മണി കഴിഞ്ഞാൽ കുറേ സമയം കുറേ ആ ചൂടൊക്കെ അങ്ങ് കുറയും അല്ലേ. ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും, കല്യാണമൊക്കെ കഴിയുമ്പോൾ, ഇപ്പം പണ്ടത്തെ പോലെ ഒന്നല്ല കേട്ടോ, കൃത്യം സന്ധ്യ ആകുമ്പോഴേക്കും വീട്ടിലെത്തുന്നുണ്ട്. ആളാകെ മാറിപ്പോയി എന്നൊക്കെ നമ്മൾ പറയണില്ലേ. ഇതൊക്കെ കഴിഞ്ഞ് ഒരു 5 മണി 6 മണിയൊക്കെ ആവുമ്പോഴേക്കും സൂര്യൻ നല്ല പാകമാവും അല്ലേ. എന്തേ, നമ്മുടെ മക്കള് പണ്ട് നമ്മൾ അച്ഛനോടും അമ്മയോടും ചെയ്തതൊക്കെ നമ്മളോട് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കും. എന്ത്? ഇതൊക്കെ നമുക്ക് കിട്ടേണ്ടത് തന്നെയാണ്. അങ്ങനെ അനുഭവത്തിൽ കൂടി പഠിച്ച് ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളും 6 മണി കഴിഞ്ഞ സൂര്യനും ഒരുപോലെയാണ്. എന്തേ, ഇനി എപ്പോഴാ താഴേക്ക് പോവാൻ നോക്കിയാൽ മതി. അപ്പോൾ ഉദിച്ച് അസ്തമിക്കുന്നതായ സൂര്യനെ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും അല്ലേ. എന്ന് മാത്രമല്ല, ഉദയസൂര്യനും അസ്തമന സൂര്യനും ഏകദേശം ഒരുപോലെ തന്നെയാണ് അല്ലേ. സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും നോക്കൂ, ചെറിയ കുട്ടികളും വയസ്സന്മാരും അല്ലേ ഒരുപോലെ എന്ന് പറയാറില്ലേ. ചെറിയ കുട്ടികളും വയസ്സായ ആൾക്കാരും, രണ്ടാൾക്കാരും ഒരുപോലെയാണ്. എന്തേ കാരണം? രണ്ടാൾക്കാരും നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, തട്ടി വീഴാണ്ട്. രണ്ടാൾക്കാരും വാശിയെന്ന് പറഞ്ഞാൽ നല്ല പിടിവാശിയായിരിക്കും. രണ്ടാൾക്കാരും പറഞ്ഞാൽ അനുസരിക്കില്ല. രണ്ടാൾക്കാർക്കും വായിൽ പല്ലും ഉണ്ടാവില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെയും ജീവിതത്തിൽ എന്നോ ഒരു അസ്തമനമുണ്ട്, ഒരു സന്ധ്യയുണ്ട്. ആ ജീവിത സന്ധ്യയിൽ നമുക്ക് മനസ്സിന് ആശ്വാസമുണ്ടാവുക ഈശ്വര ചിന്ത കൊണ്ട് മാത്രം. ആ സമയത്ത് പഴയ കാലം ആലോചിച്ച് ശങ്കരാചാര്യർ പറയണത് പോലെ, ബാലസ്ഥാവൽ ക്രീഡാസക്ത, തരുണസ്ഥാവൽ തരുണീരക്ത, വൃദ്ധസ്ഥാവൽ ചിന്താമഗ്ന. അല്ലേ, ഞാൻ എങ്ങനെ നടന്നതാ, എങ്ങനെയൊക്കെ ഞാൻ കഴിഞ്ഞതാ, എന്തൊക്കെ ഞാൻ നേടിയതാ, ആരൊക്കെ എനിക്കുണ്ടായതാ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വാർദ്ധക്യത്തിൽ മനസ്സിനുണ്ടാകുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ, അത് കളയാൻ ഒരു വഴി എന്താ അറിയോ? ആ സന്ധ്യാവേളയിൽ ഈശ്വരനെ ഉപാസിക്കുക. അപ്പോൾ മനസ്സിന് ആരൊക്കെ ഇല്ലെങ്കിലും ഭഗവാനുണ്ടല്ലോ എന്നുള്ളൊരു സുഖം കിട്ടും. പക്ഷേ ആ സന്ധ്യയ്ക്ക്, ജീവിത സന്ധ്യയ്ക്ക് നമ്മുടെ മനസ്സിൽ ഈശ്വരനെ ഉപാസിക്കാൻ പറ്റണമെങ്കിൽ എന്തു വേണം? ഇപ്പോഴുള്ള സന്ധ്യാസമയം നമ്മൾ വെറുതെ കളയരുത്, കൃത്യമായി ഈശ്വരോപാസന ചെയ്യുക. അതുകൊണ്ട് സന്ധ്യാസമയത്ത് ഹേ ദിതിദേവി ഭഗവാനെ ഉപാസിക്കണം. മഹാദേവൻ ശ്മശാനങ്ങളിൽ നിന്ന് ശ്മശാനങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന സമയമാണ് സന്ധ്യാസമയം. നാമം ജപിക്കേണ്ട സമയമാണ് സന്ധ്യാസമയം എന്നൊക്കെ ആ കശ്യപ പ്രജാപതി ദിതിയോട് പറഞ്ഞു. പക്ഷെ ദിതി അതൊന്നും ചെവിക്കൊണ്ടില്ല. എന്ന് മാത്രമല്ല, ആ കശ്യപന്റെ വസ്ത്രം പിടിച്ചു വലിച്ചു. ഒടുവിൽ അവർ ദാമ്പത്യബന്ധത്തിൽ ഏർപ്പെട്ടു. ദിതിദേവി ഗർഭം ധരിച്ചു. കശ്യപ പ്രജാപതി ദിതിയെ ശപിച്ചു. നിനക്കുണ്ടാകുന്ന മക്കള് ദുഷ്ടന്മാരായി ലോകം മുഴുവൻ അറിയപ്പെടും, ഭഗവാൻ തന്നെ വന്ന് അവരെ കൊല്ലും എന്ന് ശപിച്ചു. ശപിക്കുകയാണ് ചെയ്തത് ശരിക്കും. പക്ഷേ ദിതിദേവിക്ക് തോന്നിയതുണ്ടല്ലോ, അനുഗ്രഹം പോലെയാ. കാരണം ഒരു കുട്ടി ഉണ്ടാവണമെന്നേ വിചാരിച്ചിട്ടുള്ളൂ. നിനക്കുണ്ടാകുന്ന കുട്ടികള് എന്ന് ശപിച്ചതുകൊണ്ട് ഒന്നിലധികം കുട്ടികൾ ഉണ്ടാവുന്ന ഉറപ്പായി. പിന്നെ ദുഷ്ടന്മാരായി ലോകം മുഴുവൻ അറിയപ്പെടും. ദിതിദേവിക്ക് തോന്നി, എന്തായാലും തൻ്റെ മക്കൾ പ്രശസ്തരാവുമല്ലോ അല്ലേ. കള്ളനായിട്ടാണെങ്കിലും പേപ്പറിൽ ഫോട്ടോ വരുമല്ലോ എന്ന് വിചാരിക്കുന്ന കള്ളന്മാരും ഉണ്ട്. അങ്ങനെയുണ്ട് അല്ലേ. ഈയിടെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, 2 വർഷം മുമ്പോ മറ്റോ എവിടെയൊരു സ്ഥലത്ത് പോലീസുകാർ ഒരു ലുക്കൗട്ട് നോട്ടീസ് പേപ്പറിൽ കൊടുത്തു. ലുക്കൗട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കള്ളൻ്റെ ഒരു ഫോട്ടോ കൊടുത്ത് ഇയാളെ കണ്ടുവിട്ടുന്നവർ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ പേപ്പറിൽ കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കത്ത് വന്നു. എന്താ കത്ത് എന്ന് വെച്ചാൽ, അതിൻ്റെ ഉള്ളിൽ നല്ല കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ ഇട്ട ഒരു നല്ല ഫോട്ടോ. എന്നിട്ട് അതിൻ്റെ പിറകിൽ എഴുതിയിട്ടുണ്ട്,
ഇനി കൊടുക്കുമ്പോൾ എൻ്റെ ഈ പുതിയ ഫോട്ടോ കൊടുക്കണം, മറ്റേത് പഴയതായി അല്ലേ. അപ്പം കള്ളനാണെങ്കിലും നല്ല ഫോട്ടോ വന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇവിടെ ദിതിദേവി ആലോചിച്ചു, തൻ്റെ മക്കള് ദുഷ്ടന്മാരായിട്ടാണെങ്കിലും ലോകം മുഴുവൻ അറിയപ്പെടുമല്ലോ. പിന്നെ മറ്റൊരു സന്തോഷം എന്താ അറിയോ? വധം ഭഗവതാ സാക്ഷാൽ സുനാഭോദാരബാഹുന. ഭഗവാന്റെ കൈകളെ കൊണ്ട് തൻ്റെ മക്കൾ മരിക്കാന്ന് വെച്ചാൽ ഭഗവാനെ കാണാൻ പറ്റുമല്ലോ തൻ്റെ മക്കൾക്ക്. ആ ഭഗവാന്റെ കൈകളെ കൊണ്ടൊരു സ്പർശനം കിട്ടുമല്ലോ, അതൊരു ഭാഗ്യല്ലേ എന്ന് ദിതിദേവി ചിന്തിച്ചു. ഇവിടെ ഈ ഗർഭിണിയായ ദിതിദേവിയുടെ ഗർഭത്തിലേക്ക് ഇനി 2 ആൾക്കാരെ പോസ്റ്റ് ചെയ്യുകയാണ് ഭഗവാൻ. എവിടുന്ന്? വൈകുണ്ഠത്തിൽ നിന്ന്. നമ്മൾ ഇന്നലെ സൃഷ്ടിലീലകളെ പറയുമ്പോൾ പറഞ്ഞു, ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായി സാത്വിക ഗുണത്തിൽ നിന്ന് 4 ഉണ്ണികളുണ്ടായി, സനകാദികൾ അല്ലേ. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. എപ്പോഴും ഹരിഹരി 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 എന്ന് ഹരിനാമം ജപിക്കുന്ന ഈ യോഗീശ്വരന്മാർക്ക് 5 വയസ്സാണത്രേ പ്രായം. എപ്പോഴും 5 വയസ്സാണ്. അങ്ങനെയുള്ളതായ ആ യോഗീശ്വരന്മാര് ഒരിക്കൽ വൈകുണ്ഠത്തിലേക്ക് ഭഗവാനെ കാണാൻ പുറപ്പെട്ടു. അപ്പോൾ 7 ഗോപുരങ്ങളാണത്രേ വൈകുണ്ഠത്തിലുള്ളത്. 7 ഗോപുരങ്ങൾ. ഈ 7 ഗോപുരങ്ങളിലും ഈ 2 കാവൽക്കാര്, നന്ദൻ, സുനന്ദൻ, ചണ്ഡൻ, പ്രചണ്ഡൻ തുടങ്ങിയിട്ടുള്ള കാവൽക്കാര്. ഇതില് 6 ഗോപുരങ്ങളും ഒരു തടസ്സവുമില്ലാതെ കയറി സനകാദികൾ. ഇനി ഒരു ഗോപുരം കഴിഞ്ഞാൽ ഭഗവാനെ കാണാം എന്ന അവസ്ഥ എത്തുമ്പോഴേക്കും 7ാമത്തെ ഗോപുരത്തിൽ നിൽക്കുന്ന ആൾക്കാര് സനകാദികളെ വടികൊണ്ട് തടഞ്ഞു. ആരാ അവര്? ജയവിജയന്മാര് അല്ലേ. പാട്ടുകാരല്ല, അവിടുത്തെ കാവൽക്കാര്. ജയവിജയന്മാര് സനകാദികളെ തടഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പോ ഭഗവാനെ കാണാൻ പറ്റില്ല. ഇനി ഒരു ഗോപുരം കൂടി കഴിഞ്ഞാൽ ഭഗവാനെ കാണാലോ എന്ന് അതിയായി മോഹിച്ചുവെന്ന് പെട്ടെന്നൊരു തടസ്സം വന്നപ്പോ സനകാദികൾക്ക് ക്രോധമുണ്ടായി. ഇവിടെ സനകാദികൾ ഈ ജയവിജയന്മാരെ ശപിച്ചു. ഭഗവാനെ കാണാൻ വന്ന ഞങ്ങളെ നിങ്ങൾ തടഞ്ഞില്ലേ, അതുകൊണ്ട് ഭഗവൽ പ്രതികൂലശീലവും, ഭൂമിയിൽ 3 ജന്മം ഭഗവാനോട് വിരോധ സ്വഭാവത്തിൽ ജനിക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു സനകാദികൾ. അപ്പോഴേക്കും ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. സനകാദികളോട് ഭഗവാൻ വേണ്ടതുപോലെ അനുഗ്രഹം ചെരിഞ്ഞു. സനകാദികൾ പറഞ്ഞു, ഭഗവാനെ ഞങ്ങൾക്കൊരബദ്ധം പറ്റിപ്പോയി. എന്തേ? അങ്ങയുടെ പാർഷദന്മാരെ ഞങ്ങൾ അറിയാണ്ട് ശപിച്ചുപോയി. അപ്പം ഭഗവാൻ പറഞ്ഞു, നിങ്ങളറിയാണ്ടായിരിക്കും, പക്ഷേ ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്. ഈ ജയവിജയന്മാർക്ക് അതിന് കാരണമുണ്ട്. അവർക്ക് ഈ ശിക്ഷ ആവശ്യമാണ്. കാരണം ജയവിജയന്മാരെ കുറിച്ചൊരു കംപ്ലൈൻറ്റ് നേരത്തെ ഭഗവാന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആരാ കംപ്ലൈൻറ്റ് കൊടുത്തതെന്നറിയോ? മഹാലക്ഷ്മി. ഒരിക്കൽ മഹാലക്ഷ്മി എവിടെയോ പോയി തിരിച്ചു വരുമ്പോൾ ജയവിജയന്മാര് മഹാലക്ഷ്മിയെ തടഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പൊ കാണാൻ പറ്റില്ല. മഹാലക്ഷ്മി പറഞ്ഞു, എൻ്റെ ഭർത്താവാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ കാണാൻ പറ്റില്ല. അന്ന് മഹാലക്ഷ്മി ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്, അതേ നിങ്ങളുടെ ആ 7ാമത്തെ ഗോപുരത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അഹങ്കാരികൾ, അവർക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കണം. അന്ന് മഹാലക്ഷ്മി കൊടുത്ത ആ കംപ്ലൈൻറ്റിന് ഭഗവാൻ ഇപ്പോൾ ഒരു പരിഹാരം ഉണ്ടാക്കി. ഏതായാലും ആ സനകാദികളെ അവിടെ നിന്ന് പറഞ്ഞേക്കുമ്പോഴേക്കും ജയവിജയന്മാര് ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ച് പൊട്ടിക്കരഞ്ഞു, ഭഗവാനെ ഞങ്ങളോട് ക്ഷമിക്കണേ, അങ്ങയുടെ പരമഭക്തന്മാരായ ആ യോഗീശ്വരന്മാരെ ഞങ്ങൾ അഹങ്കാരം കൊണ്ട് തടഞ്ഞു. ഞങ്ങൾക്ക് ഭൂമിയിൽ പോയി ജനിക്കാൻ വിഷമൊന്നുമില്ല, പക്ഷേ അങ്ങയെ മറന്നുകൊണ്ട് ഒരു ജീവിതം ഞങ്ങൾക്ക് സാധിക്കില്ല, എപ്പോഴും ഞങ്ങൾക്ക് അങ്ങയെ ഓർക്കാൻ പറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ജയവിജയന്മാർക്ക് കൊടുത്ത ഒരു അനുഗ്രഹമാണ് വിദ്വേഷഭക്തി. അതായത് എപ്പോഴും എന്നെ ഓർക്കാനല്ലേ ആഗ്രഹിക്കണത്, അതെ എങ്കിൽ എന്നെ ശത്രുവായിട്ട് നിങ്ങൾക്ക് കാണാൻ ഇടവരട്ടെ. കാരണം നമ്മൾ എപ്പോഴും ഓർക്കുന്നത് നമ്മുടെ സ്നേഹിക്കുന്ന ആൾക്കാരെയല്ല, പിന്നെയോ നമ്മൾ ഏറ്റവും അധികം ഓർമ്മിക്കുക ശത്രുക്കളെയാണ് അല്ലേ. കല്യാണത്തിന് ചിലപ്പോൾ അടുത്ത ഒരു സ്നേഹിതനെ ക്ഷണിക്കാൻ നമ്മൾ മറക്കും, പക്ഷേ അടുത്ത ശത്രുവിനെ ക്ഷണിക്കാണ്ടിരിക്കാൻ നമ്മൾ ഓർമ്മിക്കാറുണ്ട്.
അയാളെ എന്തായാലും വിളിക്കണ്ട. അതാദ്യം നമ്മൾ തീരുമാനിക്കും. അപ്പോൾ ശത്രുത എന്ന ഭാവത്തിന് സ്മരണ കൂടുതലാണ് അല്ലേ? എപ്പോഴും നമ്മൾ ഓർമ്മിക്കുക ശത്രുക്കളെയാണ്. ഇപ്പോൾ ഒരു അമ്പലത്തിൽ നമ്മൾ തൊഴാൻ പോയി, അമ്പലത്തിൻ്റെ ഉള്ളിൽ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് നമ്മളെ പിടിച്ചു തള്ളി. ഇവിടെ നിന്ന് തൊഴാൻ പാടില്ല. ആ തള്ളിയ ആളുടെ മുഖത്തേക്ക് നമ്മളൊരു നോട്ടം നോക്കി, അമ്പലമായതുകൊണ്ട് ഞാനൊന്നും പറയണില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി. ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ആ അമ്പലത്തിൽ തൊഴാൻ വരണു വിചാരിക്കുക. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആരെയാ ഓർമ്മ വരിക? ഭഗവാനെ ഓർമ്മ വരുമോ? കഴിഞ്ഞ ആഴ്ച തള്ളിയ ആളെ ഓർമ്മ വരുമോ? അമ്പലത്തിൻ്റെ ഉള്ളിലെത്തിയാൽ നമ്മൾ ശ്രീകോവിലിൽ ഭഗവാൻ ഉണ്ടോയെന്നാണോ ആദ്യം നോക്കുക? അല്ല, മറ്റേ തള്ളിയ വിദ്വാൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നാണോ നോക്കുക? പോട്ടെ, 15 കൊല്ലം കഴിഞ്ഞിട്ട് ആ അമ്പലത്തിൻ്റെ പേര് കേട്ടാൽ ആദ്യം നമുക്ക് ആരെയാ ഓർമ്മ വരിക? അപ്പോൾ ശത്രുത എന്ന ആ ഭാവത്തിന് സ്മരണ കൂടുതലാണ്. അപ്പം എന്താ ഈ ശത്രുത എന്ന ഭാവത്തിൽ ഭഗവാനെ സ്മരിക്കുമ്പോൾ എന്താ അറിയോ? നമ്മൾ ആരെയാണോ കൂടുതൽ സ്മരിക്കുന്നത് അതായിട്ട് നമ്മൾ മാറുന്നതാണ്. ഏകാദശ സ്കന്ധത്തിൽ 24 ഗുരുനാഥന്മാരെ പറയുമ്പോൾ വേട്ടാളി എന്ന് പറയുന്ന ഒരു പുഴുവിനെ കുറിച്ച് പറയും. എങ്ങനെ ഈ വേട്ടാളിയൻ ഉണ്ടാവണത് വെച്ചാൽ, എവിടെന്നെങ്കിലും ഒരു പുഴുവിനെ കൊണ്ടുവന്ന് ഒരു മണ്ണിൻ്റെ കൂടിനുള്ളിൽ അടച്ചു വെച്ച് ഈ വലിയ വേട്ടാളി എന്ന് പറയുന്ന ആ ജീവി വന്ന് ഇതിനെ ഇടയ്ക്കിടയ്ക്ക് കുത്തി വേദനിപ്പിക്കും. അപ്പോൾ ഈ പുഴു ചെറിയത് മുതൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ വേട്ടാളിയനെ പേടിച്ച് 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 എപ്പോഴും അതിനെ ധ്യാനിച്ച് 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 അവസാനം ഈ പുഴു വേട്ടാളിയനായി മാറുന്നതാണ്. അപ്പം നമ്മൾ ആരെ എതിർക്കുന്നുവോ അവസാനം നമ്മൾ അതായിത്തീരും. ഇപ്പം രാഷ്ട്രീയത്തിലൊക്കെ നമുക്കിത് വ്യക്തമായിട്ട് കാണാം. എതിർത്ത് അവസാനം അയാളാവും. അവിടുന്ന് എതിർത്തവർ ഇതായി മാറും. ഇതൊക്കെ ഇനി അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവണില്ലെങ്കിൽ അമ്മായിയമ്മയെ വിചാരിച്ച് അവസാനം മരുമകള് ഭാവിയിൽ മൂത്ത അമ്മായിയമ്മയായി മാറണില്ലേ? ഇതുപോലെ സർവവിധത്തിലും ശത്രുതാഭാവത്തിൽ ഭഗവാനെ കാണാൻ ഭഗവാൻ തന്നെ ഈ ജയവിജയന്മാർക്ക് അനുഗ്രഹം കൊടുത്തു. നിങ്ങളെ ഞാൻ രക്ഷിച്ചോളൂ. 3 ജന്മം നിങ്ങൾ ഭൂമിയിൽ എടുക്കുമെന്നുണ്ടെങ്കിൽ 4 അവതാരം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്തോളാം എന്നറിയിച്ചു. ആ ജയവിജയന്മാര് ദിതീദേവിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. ദിതീദേവി ജയവിജയന്മാര് ദിതീഗർഭത്തിലേക്ക് പ്രവേശിച്ചു. ദിതീദേവി ആ ഗർഭത്തെ അനേകകാലം താങ്ങി നിർത്തിയെന്നാണ്. കാരണം പുറത്തേക്ക് വന്നാലല്ലേ മറ്റുള്ളവർക്ക് ഉപദ്രവാവുള്ളൂ. അതുകൊണ്ട് സ്വേച്ഛാപ്രസൂതികളാണത്ര ഇവരൊക്കെ. വിചാരിക്കുമ്പോൾ പ്രസവിച്ചാൽ മതി. അതുകൊണ്ട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് പ്രസവിച്ചത്. അവര് ശരീരമങ്ങ് വളർന്നു. ഒരാൾക്ക് ഹിരണ്യാക്ഷൻ എന്ന് പേരിട്ടു, ഒരാൾക്ക് ഹിരണ്യകശിപു എന്നും പേരിട്ടു. കശ്യപ പ്രജാപതി മക്കൾക്ക് കളിക്കാൻ കളിപ്പാട്ടൊക്കെ കൊടുത്തു. എന്താ കൊടുത്തതെന്നറിയോ? ഗദ, വാള്, കുന്തം, പരിച, ഇതൊക്കെയാണ് കൊടുത്തത് അല്ലേ? ചെറിയ പ്രായത്തിലെ നമ്മൾ മക്കൾക്ക് തോക്കും വാളും ഒക്കെ വാങ്ങി കൊടുക്കണം. പറ്റുമെങ്കിൽ നമ്മളെ തന്നെ വെടിവെക്കാൻ കൂടി പഠിപ്പിച്ചാൽ മൂക്കുമ്പോൾ നല്ല തീവ്രവാദിയാവും. ഇവിടെ ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെയാണ് കശ്യപ പ്രജാപതി കളിക്കാൻ കൊടുത്തത്. ആ ഗദയുമെടുത്ത് ഹിരണ്യാക്ഷൻ ദിഗ്വിജയത്തിന് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് സാക്ഷാൽ നാരദ മഹർഷിയെ കണ്ടപ്പോൾ, നാരദ മഹർഷി എനിക്ക് പറ്റിയ ഒരു ശത്രുവിനെ അങ്ങ് കാണിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോഴാണ് നാരദ മഹർഷി ഭഗവാൻ വരാഹമൂർത്തിയെ കാണിച്ചു കൊടുക്കുന്നത്. വനഗോചരോ മൃഗ, നാരദരെ ഇതൊരു കാട്ടുപന്നിയല്ലേ? ആരായാ എന്താ, നിനക്ക് യുദ്ധം ചെയ്താൽ പോരെ? അതു മതി, എന്നാ പോയി യുദ്ധം ചെയ്തോളൂ. അങ്ങനെ വരാഹമൂർത്തിയുമായി അതിഗംഭീരമായ യുദ്ധം തുടങ്ങി. ആ യുദ്ധം സന്ധ്യ കഴിഞ്ഞിട്ടും അവസാനിക്കണില്ല എന്ന് കണ്ടപ്പോൾ ബ്രഹ്മാദി ദേവന്മാർ ഭഗവാന്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, ഭഗവാനെ, സന്ധ്യ കഴിഞ്ഞാൽ അസുരന്മാർക്ക് ശക്തി കൂടും. ഇവനെപ്പോലൊരു പരമദുഷ്ടൻ ഈ ലോകത്തിൽ വേറെ ഇല്ല, അതുകൊണ്ട് ഇവനെ കൊല്ലണം എന്ന് പറഞ്ഞു. ഭഗവാൻ വരാഹമൂർത്തി ഹിരണ്യാക്ഷനെ വധിച്ചു. ഹിരണ്യാക്ഷൻ മരിച്ചു വീണതും ബ്രഹ്മാദി ദേവന്മാര് വന്ന് സ്തുതിക്കാൻ തുടങ്ങി. ആരെ? ഹിരണ്യാക്ഷനെ സ്തുതിക്കാൻ തുടങ്ങി. അഹോ ഇമാം കോനുലഭേത സദ്ഗതിം
യോഗീശ്വരന്മാർക്ക് പോലും ഭഗവാനെ ഒന്ന് കാണാൻ പറ്റുന്നില്ല എന്നിരിക്കെ ഈ ഹിരണ്യാക്ഷന് ഭഗവാനെ കാണാൻ പറ്റിയില്ലേ, ഭഗവാന്റെ കൈകൊണ്ട് മരണം കിട്ടിയില്ലേ, ഭാഗ്യവാൻ എന്നൊക്കെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ വരാഹമൂർത്തിക്കെന്നെ അത്ഭുതമായി. എന്തേ, തൊട്ടു മുമ്പ് വന്ന് മഹാദുഷ്ടെന്ന് പറഞ്ഞ ആളായി ബ്രഹ്മാവ്. ഇപ്പോ അങ്ങനെയാണത്രേ ഈ ലോകത്തിൽ ആ സ്വഭാവം ഉണ്ടായത്. എന്ത്, മരിക്കണത് വരെ അയൽവാസിയെക്കുറിച്ച് കുറ്റം പറയും, ഒരു ഉപകാരത്തിനും വിളിച്ചാൽ വരില്ല, മഹാദുഷ്ടനാണ് എന്നൊക്കെ. എന്നിട്ടോ മരിച്ചാൽ അയ്യോ നല്ല മനുഷ്യനായിരുന്നു എന്ന് ഒരു മടിയില്ലാണ്ട് നമ്മൾ കളവും പറയും. ഈ സ്വഭാവം ബ്രഹ്മാവിൻ്റെ ഈ ഒരു കാലത്തുണ്ടായതാ. ഏതായാലും അന്ന് ആ ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിച്ചപ്പോൾ ലോകം മുഴുവൻ ഭഗവാനെ സ്തുതിച്ചു എന്ന് വർണ്ണിക്കുന്ന രംഗമാണ് അടുത്ത അധ്യായം.